അപ്പോൾ ഈ 2013 ശേഷമാണ് വീണ്ടും ഒരു ചേഞ്ച് മാർക്കറ്റിലേക്ക് വരുന്നത്. 2013 ആ ചേഞ്ചിന് ഒരു പേരുണ്ട്. എന്തായിരിക്കും 2013 സംഭവിച്ച ആ മാറ്റം? മാർക്കറ്റ് 6000 എന്ന് പറയുന്ന 6000 എന്ന് പറയുന്ന ഒരു ലെവൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഒരു പ്രത്യേകത ഉണ്ടാകും. ആർക്കെങ്കിലും പറയാം? ഊഹം പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് നിലവിലുള്ള സാഹചര്യം മാറി മറിയുന്നതാണ് ബ്രേക്ക്. മാർക്കറ്റിലെ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്യുകയാണ്. നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്യുന്നതാണ് മാർക്കറ്റിലുള്ള ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ആണ് അവിടെ നടന്നത്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗുജറാത്തി സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് എന്ന് പറയും. മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നമ്മളിവിടെ കണ്ടു നാരോ റേഞ്ച് ബ്രേക്ക്ഔട്ട്. നാരോ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഡിഫറൻസ്, 5%, 20% അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡിഫറൻസേ ഉള്ളൂ. അവിടെ നിന്ന് വലിയൊരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചപ്പോഴാണ് പല ഓഹരികളും 10 ടൈംസ്, 15 ടൈംസ്, 20 ടൈംസ് ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടു. പല ഓഹരികളും ചിലപ്പോൾ 5 കൊല്ലം എടുക്കും, ചിലപ്പോൾ 10 കൊല്ലം എടുക്കും, 15 കൊല്ലം എടുക്കും, 20 കൊല്ലം എടുക്കും. പക്ഷെ നിങ്ങളുടെ 1 ലക്ഷം രൂപ അവിടെ 20 ലക്ഷം രൂപയായി, 30 ലക്ഷം രൂപയായി. അങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ കണ്ടു. വളരെ ചെറിയ പീരീഡ് 10 വർഷത്തിലൊക്കെ അവിടെ കണ്ടു. എക്സാമ്പിൾസ് നമ്മൾ അവിടെ കേസ് സ്റ്റഡി കൊടുത്തു. അതാണ് നാരോ റേഞ്ച് ബ്രേക്ക്ഔട്ടിന്റെ പവർ. നോക്കുമ്പോൾ വളരെ ചെറിയ സ്ട്രാറ്റജി, പക്ഷെ ആ നാരോ റേഞ്ചിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ പൊട്ടൻഷ്യൽ അൺലിമിറ്റഡ് ആണ്. അങ്ങനെ ഉള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിക്കണമെങ്കിൽ ചാർട്ട് എടുത്ത് ആ ഒരു മെത്തേഡ് നമ്മൾ റെസിസ്റ്റൻസ് ലൈൻ വരച്ച് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചാർട്ട് മാത്രമല്ലല്ലോ, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രം. ഈ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് 9000 ബ്രേക്ക് ചെയ്യുന്നതിന്റെ അർത്ഥം പഴയതുപോലെ ഒരു പുതിയ ഹൈലേക്ക്, ചിലപ്പോൾ 20% ആയിരിക്കാം, ചിലപ്പോൾ 30% ആയിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ 50% ആയിരിക്കും. അതിനുള്ളൊരു സാധ്യത ടെക്നിക്കലി ഒരു മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടാണ് 9000 ഈ വർഷം തുടക്കത്തിൽ സംഭവിച്ചിരിക്കുന്നത്, മാർച്ചിൽ വന്നിരിക്കുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അടുത്തൊരു 3 ഇയർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ചിലർക്ക് ചോദിക്കാറുണ്ട് നാളെ മാർക്കറ്റ് ഉണ്ടാവും, അടുത്ത ആഴ്ച ഉണ്ടാവും. അതിന് വലിയ സ്ഥാനം ശരി, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാം. പക്ഷെ വെൽത്ത് ക്രിയേഷനെ സംബന്ധിച്ച് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് 3 ഇയർ, 5 ഇയർ, 10 ഇയർ, 15 ഇയർ, 20 ഇയർ, 25 ഇയർ അങ്ങനെ പോയാൽ മാത്രമേ വെൽത്ത് ക്രിയേഷൻ നടക്കത്തുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആരാന്ന് അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. വാറൻ ബഫറ്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. അദ്ദേഹം ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലെ ലെജൻഡാണ്. ടോപ്പ് 3 എപ്പോഴും കാണും. ചില സമയത്ത് സെക്കൻഡ് ആണ്, ഫസ്റ്റ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ തേർഡ് ആണ്. എനിവേ ടോപ്പ് 3 കാണും. അതാണ് വാറൻ ബഫറ്റിന്റെ പ്രത്യേകത. ഏകദേശം 3 ലക്ഷം കോടിയുടെ അടുത്താണ് അദ്ദേഹത്തിന്റെ ആസ്തി വരുന്നത്. 3 lakh crore ആണ് അദ്ദേഹത്തിന്റെ ആസ്തി വരുന്നത്. ചില രാജ്യങ്ങളിലേക്ക് ബഡ്ജറ്റിന്റെ അത്രയും വരും. അപ്പൊ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് ഫുള്ള് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ്. അപ്പൊ എന്തുകൊണ്ടത് സാധിച്ചു? അദ്ദേഹത്തിന്റെ ഫോക്കസ് വെൽത്ത് ക്രിയേഷൻ ആയതുകൊണ്ടാണ് സാധിച്ചത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്ന് ആലോചിക്കുക, എനിക്ക് ഇൻകം ജനറേഷൻ മതിയോ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ മതി? നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് കുറച്ച് എമൗണ്ട് ഇൻകം ജനറേഷൻ മതി, കുറച്ച് എമൗണ്ട് വെൽത്ത് ക്രിയേഷൻ മതി. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഫുൾ എമൗണ്ട് നമ്മൾ ഇൻകം ജനറേഷന് വേണ്ടി മാറ്റണ്ട, ഫുൾ എമൗണ്ട് വെൽത്ത് ക്രിയേഷന് വേണ്ടി മാറ്റണം. അതായത് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകണം. അടുത്ത ഒരു മീഡിയം ടൈം ലൈഫ് ഗോൾസ്, ഒരു 5 വർഷത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ കാണും. ഫിനാൻഷ്യലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പണം ആവശ്യമുണ്ടാവും, അത് നടക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്ലാനിങ് നമുക്ക് ഇൻകം ജനറേഷനാണ് വരുന്നത്. വെൽത്ത് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് പ്ലാനിങ്ങിലേക്ക് ഏകദേശം 10 കൊല്ലം കഴിഞ്ഞോ 20 കൊല്ലം കഴിഞ്ഞോ ഒക്കെ വലിയൊരു പർപ്പസ് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് ആരും നമ്മളുടെ കാര്യങ്ങൾ നോക്കാനുണ്ടാവില്ല. ശരിയല്ലേ? ഇപ്പൊ കിട്ടുന്ന ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് അറിയാം, റിട്ടയർമെന്റ് കിട്ടില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും കമ്പനി
നമുക്ക് വേണ്ട പ്രാധാന്യം തരുമോ? 60 വയസ്സ് കഴിഞ്ഞാൽ തരുമോ? അതെ, വളരെ അപൂർവമാണ് അത്തരം കേസുകൾ. അത്തരം കേസുകൾ ഈ സ്ത്രീ തന്നെയൊക്കെ പോലുള്ള വളരെ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ സാധാരണ എനിക്ക് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യാത്രയുള്ള ഇന്ധനം അവിടെ തീർന്നു എന്ന് വിചാരിക്കും പൊതുവെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണം. കുറച്ച് എമൗണ്ട് അതിനുവേണ്ടി മാറ്റി വെക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മാസച്ചെലവ് ഓരോരുത്തർക്കും എത്ര ഉണ്ടാവും? പലർക്കും പല എമൗണ്ടാണ്. എനിവേ ഇപ്പൊ ഒരു 30,000 രൂപ ഒരു മാസം നമുക്ക് ചെലവ് വരികയാണെങ്കിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ, പട്ടിണി കൂടാതെ കഴിയാൻ, വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ, കുട്ടികളെ ഫീസ് അടയ്ക്കാൻ എല്ലാത്തിനും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ഇതുകൊണ്ട് കാര്യം നടക്കും. ഒരു 15 വർഷം മുമ്പ് വീട്ടിൽ ചെലവിന് എത്ര രൂപ വേണമായിരുന്നു? ഓർമ്മയുണ്ടാകേണ്ടി 5000 അത്രയും മതി മാക്സിമം. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റമാണ് ആ എമൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ തന്നെ അത്രയും വേണം. നേരത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ചിലവ് ഇപ്പൊ LKG കുട്ടിക്ക് വരും, അത് കൂടുതൽ വേണം. അതാണ് കാലത്തിന്റെ മാറ്റം. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റ് നിൽക്കുന്ന സമയത്ത് വരാൻ പോകുന്ന ആവശ്യകത എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. 10 കൊല്ലം കഴിയുമ്പോൾ വരാൻ പോകുന്ന ആവശ്യകത വളരെ വലുതായിരിക്കും. റിട്ടയർ ആയി നിൽക്കുന്ന ആ ഒരു വർഷം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. 60 വയസ്സിന് റിട്ടയർ ആയി 70 വയസ്സിന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ സമയത്തും പണം ആവശ്യമാണ്. അന്നേരം ഇൻഫ്ലേഷൻ ഉണ്ട് എല്ലാ വർഷവും 6% വെച്ച്. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിന്റെ വാല്യൂ അപ്പോൾ 94,000 രൂപ, 94,000 രൂപ. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളുടെ വില കൂടുതലാണല്ലോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റൈലിഷ് ആയിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയും. പക്ഷെ സംഭവം നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കൂടുതൽ കാശ് പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. 100 രൂപ കൊടുത്തിട്ട് 105 കൊടുക്കണം. അല്ലെങ്കിൽ പെട്രോളിന്റെ വില പോലെ ഇന്ന് വില വന്നായിരിക്കും സാധനം കുറഞ്ഞു വരും. എന്നൊരു വില 100 രൂപയാണ് അടിക്കുന്നത്, പക്ഷെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലേഷനെ പറ്റിയൊക്കെ ചിന്തിക്കണം. ഒരുപക്ഷെ വീട്ടിലെ സ്ത്രീകളോടൊക്കെ പറയുകയാണെങ്കിൽ അവര് പറയും വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. പക്ഷെ നാളെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അവർ തന്നെ ചോദിക്കും ഇതെന്തായി ഈ സാധനം വരും ഇൻഫ്ലേഷൻ, ഇത് കാരണം നമ്മൾ പെട്ടിരിക്കണമെന്ന് ചോദിക്കും. അപ്പൊ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രോത്ത് അസെറ്റ്സ് ആവശ്യമാണ്. ഗ്രോത്ത് അസെറ്റ്സ് ആവശ്യമാണ്. അതിൽ ഏറ്റവും നല്ല ഗ്രോത്ത് അസറ്റുകളിൽ ഒന്ന് ഇക്വിറ്റിയാണ്, മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം, റിയൽ എസ്റ്റേറ്റ് നല്ല അസറ്റാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ, ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ആണ് അമേരിക്കയിൽ. ഏറ്റവും വലിയ ബിഗ് ഡീൽസ് ചെയ്ത ആളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ എത്ര ഫണ്ട് വേണം? എറണാകുളത്ത് തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ? ഏറ്റവും മിനിമം 1 CR. ചെറിയൊരു 10 സെന്റ് വാങ്ങിക്കണമെങ്കിൽ തന്നെ 1 CR ആക്കി ചിലപ്പോൾ കൂടുതലാണ്. ഇതിന്റെ ചുറ്റുപാട് വാങ്ങിക്കണമെങ്കിൽ ചിലപ്പോൾ സെന്റിന് അത്ര. അപ്പൊ അതാണ് സ്ഥിതി. അപ്പൊ അതാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് ഒരു ബിഗ് ഗെയിം. സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ പാവപ്പെട്ടവരാണേലും പണക്കാരാണേലും ഇവിടെ സോഷ്യലിസം എല്ലാവർക്കും സ്ഥാനമുണ്ട്. ഇപ്പൊ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ഓഹരി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ? 28 രൂപ. MC കൊടുക്കണം, ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കണം DP-യിൽ. അത് വേറെ, അതായത് ഒരു 350 രൂപ മേടിക്കും. പക്ഷെ ഒരു ഷെയർ നമുക്ക് വാങ്ങിക്കണം, റെന്റ് അവിടെ അത്രയും കൊടുക്കണം ഡിമാറ്റ് അക്കൗണ്ടിൽ. പക്ഷെ ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കുക, നമുക്കൊരു ഓണർഷിപ്പാണ്. ആ കമ്പനിയുടെ അസറ്റിലുള്ള ഓണർഷിപ്പാണ് ആ 28 രൂപ എന്ന് പറയുന്നത്. നാളെ അവരൊരു ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആ 28 രൂപയ്ക്ക് കിട്ടും ഡിവിഡൻഡ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഫേസ് വാല്യൂന്റെ 20% ആണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഫേസ് വാല്യൂ ചിലപ്പോൾ 1 രൂപയായിരിക്കും, 20% ക്രെഡിറ്റ് ആവും. അത് നമുക്ക് കിട്ടും. ഡിവിഡൻഡ് തരും സ്റ്റോക്ക് മാർക്കറ്റ്, ബോണസ് തരും. അതായത് ഒരു കമ്പനി ഗ്രോ ചെയ്ത് പോവുകയാണെങ്കിൽ, വളരെ ഉയരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ കിടക്കുന്ന സ്റ്റോക്കിന്റെ എണ്ണം പോകും. 100 സ്റ്റോക്ക് ആണെങ്കിൽ 200 എണ്ണം. അപ്പൊ ആ രീതിയിൽ 200 എണ്ണം ആകുന്ന സമയത്ത് വില കുറയും. 50 രൂപ വിലയുടെ സ്റ്റോക്ക് 25 രൂപയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. പക്ഷെ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. വില പറയുമ്പോൾ വീണ്ടും ആൾക്കാർ പറയും കൂടുതൽ, അപ്പൊ വീണ്ടും വില കയറും. ഏകദേശം പഴയ വിലയിലേക്കൊക്കെ
ബോണസ് കൊടുത്ത കമ്പനികളും എന്നാണ്. അങ്ങനെയാണ് വിപ്രോയൊക്കെ ഏറ്റവും വലിയ വെൽത്ത് ക്രിയേറ്ററായിട്ട് മാറിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെൽത്ത് ക്രിയേറ്റർ വിപ്രോ ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? വിപ്രോയെ പറ്റി പറയുകയാണെങ്കിൽ 70കളിൽ അതിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക്, 70കളിൽ 10,000 rupees വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇപ്പോഴത്തെ ആൾക്ക് ക്രോർസ് ആണെന്നാണ് പറയുന്നത്. എത്ര ക്രോർസ് ആണെന്ന് അറിയാം? ആർക്കെങ്കിലും പറയട്ടെ? ഒരു ഊഹം പറഞ്ഞാൽ മതി. ഊഹമുണ്ടോ? കറക്റ്റായിട്ട് 400 കോടിയാണ് ഇപ്പോഴത്തെ ആൾ. 400 crores ആണ്. 10,000 rupees. ഒരു ജെറ്റ് വാങ്ങിക്കായിരുന്നു. അതാണ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത്. 70കളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടിയ റിട്ടേൺ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു ഫോക്കസ് കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നാളെ നമ്മൾ വിചാരിക്കണം ചെയ്യാൻ സാധിക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫീൽഡാണ്. ഈസി ഗെയിം അല്ല. കുറച്ച് എഫർട്ടും കൂടുതൽ എഴുതി വരും. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറൊക്കെ ഇതിനു വേണ്ടി മാറ്റാൻ തയ്യാറാണെങ്കിൽ ഫീൽഡാണ്. ഒരു അരമണിക്കൂറിൽ കൊടുക്കട്ടെ. പിന്നെ ആ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഒരു അരമണിക്കൂറൊക്കെ ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മളുടേതായ ശൈലിയിൽ നിങ്ങളുടേതായ ഒരു വ്യക്തിഗത നടക്കും. നിങ്ങൾ അംബാനിയെ പോലെ ചെയ്യുന്ന കാര്യം നമ്മുടേതായ ശൈലിയിൽ നമ്മുടേതായ രീതിയിലുള്ള വ്യക്തിഗതയുള്ള സ്കോപ്പ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം മാർക്കറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. വീണ്ടും ഒരു മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ഇൻഡെക്സിൽ വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അടുത്തൊരു 3 വർഷത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഔട്ട്ലുക്ക് പോസിറ്റീവാണ്. റിസഷൻ പീരീഡ് ഇന്ത്യയിൽ ഏകദേശം ക്ലോസ് ചെയ്തിട്ടുണ്ട്. റിസഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സിനാരിയോയിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാധ്യതയുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ ആണ് ഞാൻ ഈ ഗുജറാത്തി സ്ട്രാറ്റജികളുടെ പ്രാധാന്യം. സാഹചര്യം നമ്മളെ പലയിടത്തും കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ യാദൃശ്യമായിട്ട് പഠിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളത് പഠിക്കാൻ നിർബന്ധിതരായിരിക്കും. അങ്ങനെയാണ് ഈ ഗുജറാത്തി സ്ട്രാറ്റജികളിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പക്ഷേ ആ ഗുജറാത്തി സ്ട്രാറ്റജികൾ ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയത് അധികം വർഷമായിട്ടില്ല. മാർക്കറ്റ് ഇത്രയും വർഷമായെങ്കിലും കഴിഞ്ഞൊരു 4-5 വർഷത്തിനകത്താണ് ശരി ഗുജറാത്തി സ്ട്രാറ്റജികളുടെ ഒരു പ്രാധാന്യം ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഇന്ത്യയിലെ വെൽത്ത് ക്രിയേറ്റേഴ്സ് ഒക്കെ എവിടുന്ന ഇന്ത്യയിലെ വെൽത്ത് ക്രിയേറ്റേഴ്സ് എവിടുന്ന ശരി ഒരു റിയാലിറ്റിയാണ്. നമ്മൾ കണ്ണടച്ചിട്ടൊന്നും കാര്യം. ഇന്ത്യയിലെ വെൽത്ത് ക്രിയേറ്റേഴ്സ് എവിടുന്ന ശരി ഒന്നീ ഗുജറാത്തി ആയിരിക്കും, ഇല്ലെങ്കിൽ വേറെ സ്ഥലമുണ്ട്. ഇല്ല മാറോടി, ഒന്നീ മഹാരാഷ്ട്ര ആയിരിക്കും, ഇല്ല ഗുജറാത്ത്. അവിടുന്ന് ഫുൾ ബിസിനസ് കംപ്ലീറ്റ് എന്റർപ്രണേഴ്സ് അവിടുന്ന്. നമ്മുടെ നാട്ടിൽ വന്നൊരു ബിസിനസ് തുടങ്ങാൻ വന്നാൽ തുടങ്ങും. ശരിക്കും എത്ര പേര് തുടങ്ങി ഇവിടെ? നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഉള്ള സ്ഥലമാണ് കേരളം. ഏറ്റവും കൂടുതൽ ചില ജില്ലകൾ തന്നെയുണ്ട്. പ്രദേശം വെച്ച് നോക്കുവാണെങ്കിൽ തിരുവല്ല കുമ്പനാടാണ് ഏറ്റവും കൂടുതൽ ബാങ്കിന്റെ ബ്രാഞ്ച് ഉണ്ട് അമേരിക്കയിൽ. തിരുവല്ല കുമ്പനാട് റൂട്ടിലൊന്ന് ബൈക്ക് ഓടിച്ച് പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. അവിടെ ബാങ്ക് ബ്രാഞ്ചിന്റെ ബഹളം. പീടി അത്രയില്ല, ചായക്കട എത്രയില്ല, സോഡാ സോപ്പ് തീരുന്ന സ്ഥലം അത്രയില്ല. ആ മൊത്തം ബാങ്ക്, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ബാങ്കാണ്. അതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വ്യൂ അല്ല ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്കാണ്. ബാങ്കാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ബാങ്കിലാണ് നമ്മുടെ ഫണ്ട് മുഴുവൻ പാർക്ക് ചെയ്യുന്നത്. പക്ഷെ ബാങ്ക് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാങ്ക് 12% തന്നെ പറഞ്ഞു, ഈ 10%. പിന്നെ പറഞ്ഞു ഈ 9 ഉള്ളൂ, 8 ഉള്ളൂ, 7 ഉള്ളൂ, കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ബാങ്കിൽ റേറ്റ് കുറഞ്ഞോണ്ടിരിക്കുക. ശരിയല്ലേ? ഇതല്ല റിയാലിറ്റി. പക്ഷെ ബാങ്കിൽ റേറ്റ് പറയാതെ പറ്റില്ല. കാരണം അതാണ് ഗ്ലോബൽ സിനാരിയോ. അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2%. ഞാനിടയ്ക്ക് ഹോങ്കോങ്ങിൽ വിസിറ്റ് ചെയ്തു. ആ സമയത്ത് അവിടെ ഒരു ബോർഡിൽ വളരെ വലുത് നമ്മുടെ ഒരു ബാങ്കിന്റെ പരസ്യം അവിടെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 3.5% ഫോർ ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മുടെ ICICI ബാങ്ക് അവിടെ ഉണ്ട് 3.5% ഫോർ
ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹോങ്കോങ്ങിൽ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം വലിയ എമൗണ്ടാണ് 3.5%. അവിടെ ജപ്പാനിൽ 1% കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൊണ്ട് നമ്മൾ പൈസ നമ്മൾ കൊടുക്കണം. കാരണം അവിടെ അങ്ങോട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ ലോക്കർ ചാർജ് ഉണ്ടല്ലോ, ഗോൾഡ് വെക്കുന്നതിന് ലോക്കർ ചാർജ് നമ്മൾ കൊടുക്കുന്ന പോലെ അവിടെ ബാങ്കിൽ ക്യാഷ് തന്നെ. ഇപ്പൊ നമ്മുടെ ബാങ്കുകൾ മേടിക്കാൻ തുടങ്ങി പല രീതിയിൽ അല്ലേ. സർവീസ് ചാർജുകളൊക്കെ അവർ ഓരോന്നിനൊക്കെ മെയിൻ്റനൻസ് ചാർജ് ഒക്കെ തുടങ്ങി, SMS ചാർജ്, അങ്ങനെ ഇനിയിപ്പോൾ ഇമെയിൽ ചാർജ് വരും കുറച്ച് വരും എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കും. നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള രാജ്യം ജപ്പാൻ. അപ്പൊ അങ്ങനെ ഒരു ഗ്ലോബൽ സിനാരിയോ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള രാജ്യം ഏതാണെന്ന് ഇന്ത്യയാണ്. ഇൻട്രസ്റ്റിന്റെ കേന്ദ്രമാണ് ഇന്ത്യ. ഇൻട്രസ്റ്റിന്റെ കേന്ദ്രമാണ് ഇന്ത്യ. ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള രാജ്യം 7% എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ രാജ്യമുണ്ട് നമ്മളെക്കാൾ കൂടുതലുള്ളത്, ബ്രസീൽ. പക്ഷെ ബ്രസീലിനെ പറ്റി പറയും നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ആ നാണയത്തിന്റെ വാല്യൂ കുറയുന്നതാണ്. അതാണ് ഇൻഫ്ലേഷൻ. ശരിക്കും ബിസിനസ്സായിട്ട് പറയണം. നമ്മൾ ബാങ്കിൽ നമ്മൾ ക്യാഷ് വിട്ടു ചെയ്തിട്ട് ATM തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ക്യാഷിന്റെ വാല്യൂ കുറയും. അങ്ങനത്തെ പൈസ വീടുകളില്ല. അങ്ങനത്തെ സ്ഥലമാണ് ബ്രസീൽ. ക്യാഷിന് വാല്യൂ ഇല്ല, ഹൈ ഇൻഫ്ലേഷൻ ആണെന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന രാജ്യം ഇന്ത്യ. കാരണം ഇന്ത്യയുടെ കൾച്ചർ അങ്ങനെയാണ്, ഇൻട്രസ്റ്റ് സ്റ്റോറേജ്. ഏത് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് മേടിച്ചിട്ട് പൈസ കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്. അപ്പൊ അത് കുറച്ചുകൊണ്ട് വേണം. കാരണം ഒരു ബിസിനസ് ഓറിയന്റേഷൻ വരുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എന്നാലും ബിസിനസ് നടക്കുള്ളൂ. ഫണ്ടിന് എപ്പോഴും ഇൻട്രസ്റ്റിന്റെ ബർഡൻ പാടില്ല, എങ്കിലേ ഫ്ലോ ഉണ്ടാക്കും. ക്യാഷ് ഫ്ലോ ഉണ്ടാകണമെങ്കിൽ ഇൻട്രസ്റ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് വരില്ല. ഇൻട്രസ്റ്റിന്റെ ഒരു ബർഡൻ മാറി കഴിയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരത്തുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിന്റെ അടുത്തേക്ക് ആളുകൾ അട്രാക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് താഴെ പോകണം. ബാങ്കിൽ 3% നമ്മൾ ഇൻവെസ്റ്റ്. ഷെയർ മാർക്കറ്റ് കുറെ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും 10% കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് 10 കിട്ടും. ശരിയാണ്, വർഷം 10 പേടിപ്പിക്കും, എല്ലാ ദിവസവും പേടിപ്പിക്കും. പക്ഷെ എൻഡ് ഓഫ് ദ ഇയർ ഒരു 10% നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ശരിക്കും ബാങ്കും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും രണ്ട് വ്യൂ വെച്ചിട്ട് നമുക്ക് കളക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്സിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാനേ സാധിക്കും. അതൊരു എൻട്രി ബാരിയർ, അതൊരു മൈൻഡ് ബ്ലോക്ക്. പക്ഷെ അവരെ നമുക്ക് മോശമായിട്ട് കാണാൻ പറ്റില്ല. അവർക്കത് മതി, അവർക്ക് 7% മതി, അവർ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ റിസ്ക് അത്രയുണ്ട്, അവർക്കത് മതി. പക്ഷെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും എനിക്ക് ബാങ്കിനേക്കാൾ കൂടുതൽ കിട്ടും. ഇപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 7,000 രൂപ കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു 15,000 കിട്ടുകയാണെങ്കിൽ അല്ലേ, കുറച്ച് ഫ്ലക്ച്വേഷൻ റിസ്ക് ഉണ്ടെങ്കിൽ 15,000 എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളെ നോക്കി അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ സാധിക്കും. ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന രണ്ട് സ്ട്രാറ്റജി. അതിൽ 2 സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറയാം ഏത് സ്ട്രാറ്റജിയാണ് ഞാനിപ്പോ പറഞ്ഞത് പറയാം. മനസ്സിലായോ അത് എന്താണെന്നുള്ള? ശരി, മനസ്സിലായോ? എല്ലാവരും മനസ്സിലായോ? പിന്നെ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ബ്രേക്ക് അത് മനസ്സിലായോ? മൾട്ടിപ്പിൾ വരുന്നെങ്കിൽ ടോപ്പ് മോസ്റ്റ് 3 റെസിസ്റ്റൻസ് അത് 3 മുകളിലേക്ക് 3 ഹൈ 2 ഒരു തവണ വന്ന് ടച്ച് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങിയ റെസിസ്റ്റൻസ് അല്ല, ടെക്നിക്കലി റെസിസ്റ്റൻസ് അല്ല. അതായത് ഒരു സ്റ്റോക്ക് 250 ടച്ച് ചെയ്ത് താഴേക്ക് വന്നു, ടെക്നിക്കലി റെസിസ്റ്റൻസ് അല്ല, അത് ഹൈയാണ്, ഹൈ ക്രെഡിറ്റ്. നെക്സ്റ്റ് ടൈം 250 ക്ലോസ് ചെയ്ത് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോയാൽ ബ്രേക്ക് ഔട്ട് ഓഫ് ഹൈ ആണ്, ബ്രേക്ക് ഔട്ട് ഓഫ് ഹൈ. അങ്ങനെ ഏറ്റവും വലിയ സ്ട്രാറ്റജി ഗുജറാത്തികൾ മൊത്തം അതാ ചെയ്യുന്നത്. നമ്മളെ ലോ തപ്പിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടില് ഫൈൻഡിങ് ലോ, അവരെന്താണ് ചെയ്യുന്നത്? അവർ ഹൈ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ കട്ട് ചെയ്താലല്ലേ സാറേ പുരോഗതി ഉണ്ടാകും. പുരോഗതി എന്ന് പറയുന്നത് എന്താ? ഇന്നലെ 100 രൂപ വാങ്ങിച്ചിട്ട് ഇന്ന് 200 രൂപ വാങ്ങിക്കാനാണ് പുരോഗതി. ശരിയല്ലേ? ഇന്നലെ 100 രൂപ വാങ്ങിച്ചിട്ട് ഇന്ന് 50 രൂപ വാങ്ങിക്കാനാണ് പുരോഗതി.
നമ്മൾ ലോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ലോ ആണ് വേണ്ടത്, ഏറ്റവും കുറഞ്ഞ കിടക്കുന്ന സ്റ്റോക്സ് ഉണ്ട്, അല്ലെ ഏറ്റവും വാല്യൂ കുറഞ്ഞു കിടക്കുന്നത്. പക്ഷെ അതല്ലേ ഗുജറാത്തി സ്ട്രാറ്റജി. അതാണ് ഞാൻ പറഞ്ഞത്, ഔട്ട്ലുക്ക് ഡിഫറൻ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അവർ നോക്കുന്നത് ഹൈ ബ്രേക്ക് ഔട്ടാണ്. ഹൈ ബ്രേക്ക് ചെയ്യുന്നതാണ് ഒരു സ്റ്റോക്ക് പുരോഗതിയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണം. അപ്പൊ നമ്മളിവിടെ കാണിച്ച സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. ബജാജ് ഫിനാൻസ് വേണം. ബജാജ് ഫിനാൻസ് വീണ്ടും വീണ്ടും ലോയിൽ പോയി ഇല്ലല്ലോ. അല്ലെങ്കിൽ ക്യാൻഫിൻ ഹോംസ് വേണം. ഞങ്ങൾക്ക് ക്യാൻഫിൻ ഹോംസ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് 600 റേഞ്ചിലാണ്. 650 റേഞ്ചിലൊക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട് എൻ്റെ ക്ലൈൻസ്. 650 റേഞ്ച്. പക്ഷെ 3 വർഷമായി. അന്ന് 650 റേഞ്ചിൽ വാങ്ങിച്ച ആളുകളുണ്ട്. ഇപ്പൊ 2000 ആണ്. 20 വർഷമാണ്. 3 times ആയിട്ട് 3 വർഷമല്ലേ എടുത്തു. അപ്പൊ അതേപോലെ കഴിഞ്ഞ വർഷം പറഞ്ഞ സ്റ്റോക്കാണ് DCB ബാങ്ക്. DCB ബാങ്ക് 100 രൂപയ്ക്ക് വാങ്ങിച്ചത് 125 വിൽക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിക്കും കിട്ടും, അതിൽ കുറച്ച് ചില്ലറ കിട്ടണം. അതിനുവേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യും. ഇത് ഭയങ്കര തമാശ. കാരണം അവരിടയ്ക്ക് അനൗൺസ് ചെയ്തു ഞങ്ങളുടെ ബ്രാഞ്ച് കൂട്ടാൻ പോകാം. 150 ബ്രാഞ്ച് എന്നുള്ള 300 ബ്രാഞ്ച് കൂടുതലാക്കാൻ പോകും. പിറ്റേന്നല്ല അതിനടുത്ത് സ്റ്റോക്ക് കിട്ടും. ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുമോ? ബ്രാഞ്ച് കൂട്ടാൻ പോകാന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എടുത്ത് വിൽക്കുക. ബ്രാഞ്ച് കൂട്ടുന്നതിന് അർത്ഥം എന്താണ്? ബിസിനസ് എക്സ്പാൻഷൻ നടക്കുമ്പോൾ അതിന് കുറച്ച് ചെലവ് വരും. കുറച്ചുകൂടെ പീരീഡ് ആവശ്യം, കുറച്ചുകൂടെ ബ്രേക്ക് ഇൻ പീരീഡ് ഒന്ന് പോകും. പക്ഷെ അത് വലിയൊരു ഇന്ധനം നമുക്ക് വേണ്ടി കാത്തു വെക്കുകയാണ് ഫ്യൂച്ചറിലേക്ക്. പിന്നെ ഗ്രോത്ത് ഉണ്ടാകുന്ന നമ്മൾ ഇപ്പോഴത്തെ 100 ബ്രാഞ്ചിന്റെ അല്ല 300 ബ്രാഞ്ചിൽ അതിന്റെ 20% ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ബൾക്ക് സെല്ലിംഗ് ആണ്. ഈ സ്റ്റോക്ക് 70 രൂപയാണ്. 70 രൂപയ്ക്ക് താഴെയായി DCB ബാങ്ക്. ആർക്കും വേണ്ട. അപ്പൊ 100 വാങ്ങിച്ച ചില ആൾക്കാരുണ്ട്. എങ്കിലും കുറച്ചിരിപ്പുണ്ട്. ഞാനിപ്പോ ചില ആൾക്കാരോട് ചോദിച്ചു, നമ്മുടെ കൂടെ വാങ്ങിച്ച ആൾക്കാർ ചിലരോട് ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം, നമുക്കൊന്ന് ആവറേജ് ചെയ്താലും. അപ്പൊ ചിലരത് കേട്ടിട്ട് ആവറേജ് ചെയ്യും, ചിലർ ആവറേജ് ചെയ്തില്ല. എനിവേ വിറ്റില്ല സാർ. അത് നല്ല മനക്കെട്ടുള്ളവരെ വിൽക്കത്തുള്ളൂ. 100 രൂപയ്ക്ക് വാങ്ങിച്ച് 70 വിൽക്കാതെ വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ അത് അതിന്റെ പൊട്ടൻഷ്യൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. DCB ബാങ്കിന്റെ പൊട്ടൻഷ്യൽ. കാരണം ആഗാഖാൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ് ആഗാഖാൻ. ഈ HDFC അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഗവൺമെന്റ് സപ്പോർട്ട് പോലും ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ അവർ തുടങ്ങുന്ന സമയത്ത് അവർ ഫണ്ട് റേസ് ചെയ്യും. KDB എന്നൊക്കെ അവർക്ക് ഫണ്ട് കിട്ടും. അതേപോലെ അവർക്ക് ഫണ്ട് കൊടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പാണ് ആഗാഖാൻ. ഇങ്ങനെ ആഗാഖാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണ് DCB ബാങ്കിൽ ഇൻവെസ്റ്റ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. HDFC ബാങ്ക് അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിച്ച ഗ്രൂപ്പാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ആണ് DCB ബാങ്കിന്റെ സ്റ്റേറ്റ് എടുത്തത്. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. അതേപോലെ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന് ഫ്യൂച്ചറിലേക്ക് ഒത്തിരി സ്കോപ്പുണ്ട്. ഇനിയും ബാങ്കിങ് ചെല്ലാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഒത്തിരി സ്കോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒത്തിരി മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല പ്രതീക്ഷയുള്ള ബാങ്കുകളിൽ യെസ് ബാങ്ക് അതേപോലെ നല്ല രീതിയിൽ നല്ല മാനേജ്മെന്റ് ഉള്ള, അതേപോലെ NPA ഒക്കെ കുറവായിരിക്കും. പുതിയ ബാങ്കുകൾക്ക് NPA കുറവായിരിക്കും. തുടക്ക സമയത്ത് NPA കുറവായിരിക്കും. നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതായത് ലോൺ കൊടുക്കും പക്ഷെ തിരിച്ച് അടക്കത്തില്ല. ലോൺ എടുക്കും, നമ്മൾ അടയ്ക്കും, മലയാളികളൊക്കെ അടയ്ക്കുന്നവരുണ്ട്. അതേസമയം വലിയ വലിയ പല ബിസിനസ്സുകാർക്ക് ലണ്ടനിലൊക്കെ പോയി കറങ്ങുന്നുണ്ട് ലോൺ എടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ ഉള്ളത് കൊണ്ട് ഒക്കെ നമ്മുടെ NPA കൂടുതൽ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രോബ്ലം അതാണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവസ്ഥ ഇതാണ്. രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒത്തിരി ബാങ്കുണ്ട്. യെസ് ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്. വീട്ടിൽ വന്ന് ലോൺ മേടിച്ചോണ്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൾ വിളിക്കും ഇന്നതിന് ബാങ്ക്. എന്നിട്ട് അവർ നമ്മുടെ ലോൺ എടുത്ത് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ചെക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു റിക്കവറി മെക്കാനിസം അവർക്കുണ്ട്, ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കുണ്ട്. അതിന്റെ മൊറാലിറ്റി ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, നമ്മൾ അതിന്റെ ബിസിനസ് മാത്രമേ ചർച്ച ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആണ് അവരുടെ പ്രോസസ് നടക്കുന്നത്. അവർക്ക് ആ റിക്കവറിക്കുള്ള സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്സ് ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ നെറ്റ് പ്രോഫിറ്റ് കൂടുന്നത്, അതിന്റെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് കൂടുന്നത്.
അപ്പൊ ഇത് കൂടാത്തിടത്തോളം കാലം ആ കമ്പനി പ്രോബ്ലത്തിലേക്ക് വരും. അപ്പൊ അത്തരം സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക. ഇനിവേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ട പ്രധാന പോയിന്റ് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ, വളരെ എളിയൊരു ഈ ഒരു സെഷൻ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പോയിന്റ്, നാരോ റേഞ്ചിന് ബ്രേക്ക് ഔട്ട് നടക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള കുറെ കമ്പനികൾ സെർച്ച് ചെയ്യും.